ഇന്നൊന്ന് കറുത്ത തുണിയിട്ട് പള്ളിയിൽ പോയാട്ടോ. എൻ്റെ മോനെ മറുപടി പറഞ്ഞു മടങ്ങി മലക്ക് പോവാന്ന്. എപ്പോഴാ പോകുന്നത്? ആന, കുതിര, കിരിയാത്ത. ഈ പള്ളിയിൽ പോകുമ്പോൾ വെള്ളയും തന്നെ ഇടണം നിർബന്ധമുണ്ടോ? ഉള്ളവരൊന്ന് പറഞ്ഞിട്ടോ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വീഡിയോ ആണ്. ഇതിൻ്റെ മറുപടി പറയണമെന്ന് തോന്നിപ്പോയി. ഇന്ന് ഒട്ടുമിക്ക പള്ളികളിലും ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട്, പരിഹസിക്കാൻ വേണ്ടി മാത്രം പോയിരിക്കുന്നവർ. ആര് നിസ്കരിക്കാൻ വന്നാലും ഇവൻ വലിയ ആളെ പോലെ നേരത്തെ പോയി അവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഇവൻ്റെ പരിപാടി എന്താ? ദിക്ർ ചൊല്ലുകയോ ഖുർആൻ ഓതുകയോ ഒന്നുമല്ല. അടിമുടി ഇങ്ങനെ വരുന്നവൻ, പള്ളിക്കകത്തേക്ക് കയറി വരുന്നവൻ അടിമുടി ഇങ്ങനെ ഒന്ന് നോക്കും. എന്നിട്ട് അവനിൽ വല്ല കുറവുണ്ടോ അത് 10 പേർത്ത് പറയും. പിന്നെ ഇവൻ നിസ്കരിക്കാൻ വരുന്ന എന്തിനാ? വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, പരിഹസിക്കുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുമ്പോൾ നമ്മളൊക്കെ എന്താണ് ഇങ്ങനെയായി പോകുന്നത്? ഇങ്ങനെ പരിഹസിക്കുന്ന ആളുകളൊക്കെ സഹോദര ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ചരിത്രം അറിയാത്തവരാണ്. അള്ളാഹിൻ്റെ റസൂല് മക്ക വിജയത്തിൻ്റെ അന്ന് മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ധരിച്ചിരുന്നത് ഇമാമത്തുൻ സൗദാ. ഇവിടെ നിങ്ങൾക്ക് കാണാം, സ്വഹീഹ് മുസ്ലിമിലെ 1358 ഹദീസാണ് ഞാൻ പറയുന്നത്. കറുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൻ്റെ 9-ാം വാള്യം 133-ാമത്തെ പേജിലൂടെ പറയുന്നതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഖുതുബയാകട്ടെ, ഖുതുബയല്ലാത്ത മറ്റ് നിസ്കാരങ്ങൾ, പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ആകട്ടെ, കറുപ്പ് ധരിക്കൽ ജവാസ് അനുവദനീയം തന്നെയാണ്. എങ്കിലും വെള്ളയാണ് അഫ്ളല്. നിങ്ങൾ വെള്ളയെ മുന്തിക്കൂ എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഭാഗം പറഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് ഇമാം നബവി തങ്ങൾ പറയുകയാണ്, ഫി ഹാദൽ ഹദീസി ബയാനൻ ലിൽ ജവാസി. അതായത് കറുപ്പ് വസ്ത്രം ധരിക്കൽ അനുവദനീയമാണെന്ന് വ്യക്തമാക്കാൻ തന്നെയാണ് ഈ ഹദീസ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളതെന്നും കൂടി ഇമാം നബവി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂല് കറുപ്പ് തലപ്പാവ് ധരിച്ച് ഖുതുബ നിർവഹിച്ച സംഭവവും സ്വഹീഹ് മുസ്ലിമിലെ 1359-ാമത്തെ ഹദീസിലൂടെ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കറുപ്പ് മുണ്ട് ധരിച്ച് ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോൾ മലക്കാണോ പോകുന്നത്, ജിന്നാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന ആളുകൾ ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അവസാനമായി ഈ ചോദ്യം ഉന്നയിച്ചത് കൊണ്ട് തന്നെ നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ള വസ്ത്രം ധരിക്കൽ തന്നെയാണ് ഉത്തമം, അത് തന്നെയാണ് മാന്യമായൊരു വസ്ത്രം, മാന്യമായൊരു നിറം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചേർത്തി പറയുന്നുണ്ട്, നിങ്ങളുടെ മരണപ്പെട്ടവരെ വെള്ള വസ്ത്രം കൊണ്ട് തന്നെ കഫൻ ചെയ്യുക എന്നും കൂടി ഉണർത്തുന്നുണ്ട്. സുനൻ അബീ ദാവൂദിലെ 4061-ാമത്തെ ഹദീസ് നമ്പരായി ഇത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരോടുമായി പറയാനുള്ളത്, ജീവനുള്ളതാകുന്ന വസ്തുക്കളുടെ രൂപം വരുന്ന രീതിയിൽ കൊത്തിവെച്ചതാകുന്ന പടങ്ങളുള്ള വസ്ത്രങ്ങൾ ശരീരത്തിലേക്ക് അണിയുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു രൂപങ്ങൾ വരാത്ത രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയെന്നും അവസാനം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.